ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുബാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ വിശേഷം കേട്ടാലോ. നമ്മുടെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്കും ഹൈപ്പും കൊടുക്കാനും മറക്കരുതേ. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നാളെ വരാനിരിക്കുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ നിധിയും അച്ഛനും രാജീവും ഹേമയും അരുണും എല്ലാവരും കൂടെ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അരുണിൻ്റെ ഫോണിലോട്ട് ഒരു കോള് വരികയാണ്. അങ്ങനെ അരുൺ പോയി ആ കോൾ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വരികയാണ്. വന്നിട്ട് ഇച്ചിരി മുഖമൊക്കെ ഇതായിട്ടിരിക്കണം. എന്നിട്ട് പറയും, അച്ഛാ, നമ്മൾ സുധീഷിൻ്റെ കൊടുത്തുവിട്ട സാധനം ചെട്ടിയാരുടെ കയ്യിൽ ഇതുവരെ എത്തിയിട്ടില്ല. ഇത് കേട്ടപ്പോൾ രാജീവ് ചോദിച്ചു, അതെന്താണ് എത്താത്തത്? എത്തിയില്ലയോ? സുധീഷ് എത്താനുള്ള നേരം കഴിഞ്ഞല്ലോ. അപ്പോൾ പറഞ്ഞു, പക്ഷേ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ചെട്ടിയാരെ വിളിച്ചതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നിധിക്ക് ആകെ ഒരു ടെൻഷനായി കേട്ടോ. അയ്യോ, എന്തു പറ്റി കാണും സുധീഷിന് ഇനി എന്തെങ്കിലും, കാരണം ഇത്രയും പണവും സ്വർണമൊക്കെ ആയിട്ട് പോയതല്ലേ. പക്ഷേ ഇതിൻ്റെ പിന്നിൽ രാജീവിൻ്റെയും അരുണിൻ്റെയും ബുദ്ധിയാണ് എന്നുള്ളത് നിധിക്ക് പാവം അറിയില്ലല്ലോ. നിധി ആകെ ടെൻഷൻ അടിച്ചു. അപ്പോഴേക്കും രാജീവ് പതുക്കെ റൂട്ട് മാറ്റി സംസാരിച്ചു തുടങ്ങി. ഇനിയിപ്പോൾ അവൻ വേറെ എങ്ങാനും പോയി കാണുമോ ആ പണവുമായിട്ട്? നീ ഒരു കാര്യം ചെയ്യുക, നമ്മുടെ ആ GPA ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ വണ്ടിയുടെ ലൊക്കേഷൻ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അരുൺ പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടിയുടെ ലൊക്കേഷനൊക്കെ ഒന്ന് നോക്കിയപ്പോൾ വണ്ടി അവർ കൊടുത്ത ലൊക്കേഷനല്ല, വേറെ ലൊക്കേഷൻ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അരുൺ പറഞ്ഞു, അച്ഛാ, ലൊക്കേഷൻ മാറിയാൽ പോണേന്ന് പറഞ്ഞു. അപ്പോൾ അവൻ നമ്മൾ പറഞ്ഞിടത്തേക്കല്ല പോണത്. ഇത് കേട്ടപ്പോൾ നിധിക്ക് ഉള്ളിലാകെ ഒരു ടെൻഷനായിപ്പോയി. അയ്യോ, സുധീഷ് എന്തായിരിക്കും അങ്ങനെ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു വേവലാതി. അപ്പോഴേക്കും നമ്മുടെ രാജീവും ഹേമയും പറഞ്ഞു തുടങ്ങിയില്ലേ, മിക്കവാറും അവൻ ഈ പണവും സ്വർണവും കൊണ്ട് ഇവിടെ നിന്ന് കടന്നതായിരിക്കും. ഇങ്ങനത്തെ ഒരുത്തനെയാണോ മോളെ നീ ജീവിക്കാൻ തിരഞ്ഞെടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹേമയും രാജീവും ഒക്കെ പറഞ്ഞു തുടങ്ങി കേട്ടോ. നിധിക്കാണെങ്കിൽ ആകെ ടെൻഷനും, എന്ത് പറയണോ അല്ലെങ്കിൽ എന്താ പറയണ്ടേ എന്നൊന്നും അറിയില്ല. ആകെ ടെൻഷനായിപ്പോൾ. ഇനിയിപ്പോൾ സുധീഷിന് എന്തെങ്കിലും പറ്റിയതാണോ? കാരണം ഒറ്റയ്ക്ക് പോയതാണല്ലോ. നിധി ആകെ വിഷമിച്ച് സങ്കടപ്പെടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ രാജീവും അരുണും കൂടെ നിധിയുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് പതുക്കെ മാറി നിന്ന് അവർ പ്ലാൻ ചെയ്തതുപോലെയൊക്കെ കാര്യങ്ങൾ ഏകദേശമായി വരുന്നുണ്ട്. അപ്പോൾ രാജീവ് പറഞ്ഞു, അരുണെ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടക്കണം, ഇല്ലെങ്കിൽ പൊളിഞ്ഞു കഴിഞ്ഞാൽ പണി പാളും. കാരണം 7 ദിവസം കൊണ്ട് ഞാൻ അവളെ വീട്ടിലെത്തിക്കുമെന്ന് വെല്ലുവിളിച്ചതാണ്. 7 ദിവസം പോലും എടുത്തില്ല എനിക്ക് എൻ്റെ മോളെ വീട്ടിൽ കൊണ്ടുവരണമെന്ന് രാജീവ് പറയണം. ഇതേ സമയം നിധിക്കാണെങ്കിൽ പിന്നെ ഒന്നും ആഹാരം ഇറങ്ങത്തില്ല, എന്ത് ചെയ്യണം, എന്താ പറയേണ്ട ഒന്നും അറിയില്ല. ഇതേ സമയം നമ്മുടെ സുധീഷിനെ ആ ഗുണ്ടകൾ കൈയും കാലും കൂട്ടിക്കെട്ടി വായിലൊരു സെലോ ടേപ്പൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മുടെ സുധീഷിനെ ആളൊഴിഞ്ഞൊരു ഗോഡൗണിലോട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ. എന്നിട്ട് ഗോഡൗണിൽ എത്തിച്ചിട്ട് ഈ ഗുണ്ടകൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കുകയാണ്. കാരണം ഇവരെ ഏർപ്പാട് ചെയ്ത് നിർത്തിയിരിക്കുന്ന ആരാണ്? നമ്മുടെ രാജീവും അരുണുമാണ്. അവരുടെ ക്രിമിനൽ മൈൻഡിൽ നമ്മുടെ നിധിയിൽ നിന്നും സുധീഷിനെ അകറ്റി എന്നേക്കുമായിട്ട് ഇല്ലാണ്ടാക്കി കളയുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടെയാണ് ഈ പദ്ധതി അവർ ആസൂത്രണം ചെയ്തത്. അങ്ങനെ നിധി സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ഇതേ സമയം ആ ഗുണ്ടകൾ നമ്മുടെ സുധീഷിനെ കൊണ്ട് ഇങ്ങനെ ആ ഗോഡൗണിൽ ഇട്ടേക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ അരുണിൻ്റെ ഫോണിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അരുൺ നോക്കുമ്പോൾ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അരുൺ ഓൺ ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് സംഭവം. അരുണിനെ രാജീവിനെയും കൂടെ കാണിച്ചു കൊടുക്കുക. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവർ പ്ലാൻ ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും നടന്നുവല്ലോ. കാരണം എത്ര ശ്രമിച്ചിട്ടാലും എന്ത് പ്ലാൻ ചെയ്തിട്ടാലും സുധീഷിനെ എന്നേക്കുമായിട്ട് നിധിയുടെ നിന്ന് അകറ്റി ഈ ലോകത്ത് നിന്ന് ഇല്ലാണ്ടാക്കുക. കാരണം അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവർക്ക് അവരുടെ മകളെ തിരിച്ച് കിട്ടില്ല എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ്. അങ്ങനെ സുധീഷിൻ്റെ ആ വീഡിയോ ഒക്കെ കണ്ട് അവർ സുധീഷിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. സുധീഷ് അവിടെ കിടന്ന് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ അലറി എന്ന് വെച്ചാൽ വാ തുറക്കാൻ പറ്റില്ല. അവസാനം ആ സെലോ ടേപ്പ് മാറ്റും കേട്ടോ ഗുണ്ടകൾ. ആ സമയം സുധീഷ് പറയും, എടാ നിനക്കൊക്കെ നാണം ഉണ്ടോടാ? ഒരുത്തനെ 3-4 പേര് ചേർന്ന് കൈയും കാലും കൂട്ടിയിട്ടിട്ട്, എടാ ഒറ്റയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നേരിടറാ, ഞാൻ പുറത്തിറങ്ങിയ നിൻ്റെയൊക്കെ അവസാനം ഒരുക്കും എന്നൊക്കെ പറഞ്ഞ് സുധീഷ് അവന്മാരെയൊക്കെ വെല്ലുവിളിക്കാൻ കേട്ടോ. അപ്പോൾ അവന്മാർ വീണ്ടും സെലോ ടേപ്പൊക്കെ എടുത്ത് ഒട്ടിച്ച് 2 കീറൊക്കെ കൊടുത്ത് സുധീഷിന് ആ മൂലക്കിട്ടൊക്കെയാണ്. അപ്പോൾ ഇനി രാജീവോ അരുണിൻ്റെ നിർദ്ദേശം കിട്ടുന്ന അനുസരിച്ച് ഇവർ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്യാനായിട്ടിരിക്കുക. ഇതേ സമയം നിധി
വീട്ടിൽ ഇരുന്നിട്ട് നിധിക്കാണെങ്കിൽ ആകെ ടെൻഷനാണ്. എന്തു പറ്റിക്കാണും, ഇനി ഇവരൊക്കെ പറയുന്ന പോലെ സുധീഷ് അങ്ങനെ പണം തട്ടിക്കൊണ്ട് പോയോ? അപ്പം ഹേമ വന്നിട്ട് പറഞ്ഞു, കണ്ടില്ലേ ഇങ്ങനത്തെ ഒരുത്തൻ്റെ കൂടെയാണല്ലോ നീ ജീവിച്ചത്, അവന് നിന്നെ വേണ്ട, ആ പണവും സ്വർണവും കണ്ടപ്പോൾ അവൻ്റെ കണ്ണ് മഞ്ഞളിച്ചു. അപ്പോൾ നിധി പറഞ്ഞു, അമ്മേ അങ്ങനെയുള്ളവരല്ല സുഭാഷ് ചേട്ടനും സുധീഷും, അവരൊന്നും അങ്ങനെയുള്ളൊരു കൂട്ടത്തിൽ, അവർക്ക് ഇച്ചിരി പണത്തിൻ്റെ കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരൊരിക്കലും മറ്റൊരാളുടെ സ്വത്ത് തട്ടിയെടുക്കാനോ കള്ളത്തരം കാണിക്കാനോ ഒന്നും, ഞാൻ ആ വീട്ടിലല്ലേ അമ്മ ഇത്രയും നാളും ജീവിച്ചതെന്നൊക്കെ പറഞ്ഞ് നിധി വിഷമിച്ച് പറയണം. അമ്മ ഒന്ന് നിർത്തുക, അതെന്താ സുധീഷിന് സംഭവിച്ചതെന്നെങ്കിലും ഒന്ന് അറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് നിധി ഇടന്ന് ഒച്ചയെടുത്തു കേട്ടോ. ഹേമ പറഞ്ഞു, എന്ത് സംഭവിക്കാൻ, ഒന്നുമില്ല, നിന്നെ ഇട്ടിട്ട് അവൻ ആ പണവും സ്വർണവും കൊണ്ട് കടന്നു, അത്ര തന്നെയെന്ന് പറയാം. രാജീവും പറയും, മോളെ നീ ഇനി കിടന്ന് ടെൻഷനൊന്നും അടിക്കണ്ട, ഇനിയെങ്കിലും നീ നമ്മൾ പറയുന്ന ഒന്ന് മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കുന്നൊക്കെ പറഞ്ഞ് നിധിയെ ഇവർ പുറകെ നടന്ന് ടോർച്ചർ ചെയ്യണം കേട്ടോ. നിധിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. നിധി അപ്പോഴേക്കും നമ്മുടെ സുഭാഷിനെ ഒന്ന് വിളിക്കണം. ഇനി സുഭാഷിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കുന്നത്, സുധീഷ് എങ്ങാനും അവിടെ എത്തിയോ? അപ്പോൾ സുഭാഷ് എന്നെ വിളിച്ചിട്ടാണെങ്കിൽ റിങ് ചെയ്യുന്ന, അല്ലാണ്ട് സുഭാഷ് ഫോൺ എടുത്തില്ല, എന്തോ വർക്കില്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് പിന്നെ നിധി നമ്മുടെ ഹരീഷിനെ വിളിക്കുകയാണ്. ഈ സമയം നമ്മുടെ നീതും ഹരീഷും കൂടെ പഞ്ചാര അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിധിയുടെ കോളൊന്നും ഹരീഷ് ശ്രദ്ധയിൽപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ 1-2 കോള് ഹരീഷിനെയും വിളിച്ചു നോക്കി. നിധിക്ക് അതും കൂടെ കണ്ടപ്പോൾ ആകെ ടെൻഷനായി. കാരണം ഈ നമ്മുടെ സുധീഷിന് എന്ത് പറ്റി, അല്ലെങ്കിൽ അവിടെ എത്തിയോ എന്നൊന്നും അറിയില്ലല്ലോ. നിധി ആകെ സങ്കടപ്പെട്ടും അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് വിതുമ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയം നമ്മുടെ ഹരീഷ് ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മുടെ നിധിയുടെ കോൾ, അയ്യോ ഏട്ടത്തിയുടെ മിസ് കോൾ ഒരുപാട് വന്നിട്ടുണ്ടല്ലോ, എന്തായിരിക്കും? ഉടൻ തന്നെ ഹരീഷ് തിരിച്ച് നമ്മുടെ നിധിയെ വിളിക്കുകയാണ്. ഏട്ടത്തി വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പം നിധി പറയും, ഏയ് ഒന്നുമില്ല, നല്ല വിശേഷമായിട്ടൊക്കെ ഇരിക്കണമെന്നൊക്കെ പറയാം. അപ്പോൾ ഹരീഷ് ചോദിക്കും, സുധീഷ് ഏട്ടൻ എന്തെന്ന് ചോദിക്കുക. സുധീഷ് പുറത്ത് പോയിരിക്കുക എന്ന് പറയും. ആണോ, വന്നിട്ടില്ല എന്ന് പറയും. അപ്പോൾ നിധിക്ക് മനസ്സിലായി സുധീഷ് അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഹരീഷ് പറയും, ഒരു കാര്യം ചെയ്ത് നിധിയേട്ടത്തി, സുധീഷ് എത്തുമ്പോൾ തന്നെ വിളിക്കാൻ പറയാം, വേറെ വിശേഷം എന്താ വരുന്നത് എന്നൊക്കെ ചോദിച്ച് സുഖവിവരങ്ങളൊക്കെ ചോദിക്കാനാണ്. അപ്പോൾ നിധി എന്നിട്ട് സംസാരിച്ചിട്ട് കോള് ഹരീഷിൻ്റെ കട്ട് ചെയ്യണം കേട്ടോ. ഈ സമയം നിധിക്ക് ആകെ വെപ്രാളമാവുകയാണ്. കാരണം ഇവിടെ നിന്ന് പോയ ആൾ അപ്പോൾ അവിടെ എത്തിയിട്ടില്ല, എന്തോ സംഭവിച്ച് കാണും സുധീഷിന്. നിധിക്ക് ആകെ ഒരു വെപ്രാളവും ടെൻഷനും ഒക്കെ തുടങ്ങി. അപ്പോഴേക്ക് ഹേമയും രാജീവും നമ്മുടെ നിധിയുടെ അടുത്ത് വന്നു. എന്തായി, വിളിച്ചിട്ട് അവനെ കിട്ടോ? ഞങ്ങൾ വിളിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല, അവൻ്റെ ഫോണ് സ്വിച്ച് ഓഫാ. നിധി പറഞ്ഞു, ഞാനും വിളിച്ചിട്ട് കിട്ടുന്നില്ല അച്ഛാന്ന് പറഞ്ഞ് സങ്കടപ്പെടാനായിട്ട്. എന്നിട്ട് നിധി വീണ്ടും നമ്മുടെ സുധീഷിനെ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല മോളെ, കാരണം അവൻ നിന്നെ വിട്ടിട്ട് കടന്നു കളഞ്ഞു, ഉറപ്പായ. എനിക്കും അരുണിനും വയ്യാത്തത് കൊണ്ടാണ് അവനെ വിട്ടത്. കാരണം നമുക്ക് വിശ്വസിച്ച് ഒന്ന് വിടാനല്ല, മരുമകനെന്നുള്ള സ്ഥാനം കൊടുത്ത് അവനെ നമ്മൾ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിച്ചപ്പോൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കൽ പോലും ഞങ്ങൾ കരുതിയില്ലെന്നൊക്കെ പറഞ്ഞ് രാജീവ് ഭയങ്കര ഡയലോഗ് അടിച്ചു വിടണം കേട്ടോ. നിധിക്ക് എന്ത് അച്ഛനോട് പറയണം, അല്ലെങ്കിൽ ഹേമയോട് എന്ത് പറയണം? കാരണം അവരുടെയൊക്കെ മുന്നിൽ താൻ അങ്ങ് വല്ലാണ്ടായി പോയില്ലേ. കാരണം സുധീഷിന് അങ്ങനത്തെ രീതിയിൽ അവരെല്ലാം ആ കണ്ണോട് കൂടിയല്ലേ കാണുന്നത്. എല്ലാം ഒന്നും ഒരുവിധം ശരിയായി വന്നു എന്നുള്ള ധാരണയിൽ നിധിക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. ഇനി നിധി പറയും, ഇനിയിപ്പോൾ സുധീഷ് ശരിക്കും സ്വർണവും കൊണ്ട് കടന്നതാണോ? അങ്ങനെയൊക്കെ ഒരു കള്ളത്തരം ചെയ്യില്ല സുധീഷ് അങ്ങനത്തെ ഒരു കുടുംബമല്ല. സുധീഷാണെങ്കിലും ശരി, സുഭാഷ് ആണെങ്കിലും അങ്ങനെയല്ല എന്നൊക്കെയുള്ള പല ചിന്തകൾ നിധിയുടെ മനസ്സിൽ വരെയാണ്. ഇനി സുധീഷിന് എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണോ, അത് നിധിയുടെ ഉള്ളിൽ ഇങ്ങനെ വരെയാണ് കേട്ടോ. പക്ഷേ നിധിക്ക് സുഭാഷിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഹരീഷിൻ്റെ അടുത്തോ കാര്യം തുറന്നു പറയണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ സുധീഷ് വരുമോ ഇല്ലയോ, അവരെയും കൂടെ ടെൻഷൻ അടുപ്പിക്കേണ്ട എന്നൊക്കെയുള്ള ഒരു വിചാരത്തിൽ നിധി അവരോട് പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മുടെ സുധീഷിന് അവർ അവിടെ ആ ഗോഡൗണിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇടിയും ഇതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളും വീഡിയോകളും എല്ലാം നമ്മുടെ രാജീവിനും അരുണിനൊക്കെ ഗുണ്ടകളിൽ ഇട്ട് കൊടുത്തല്ലോ സുധീഷിൻ്റെ വീഡിയോയും കാര്യങ്ങൾ. അപ്പം അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് രാജീവും അരുണും കൂടെ സംസാരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം മോനെ നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് അവരെ കൊണ്ട് തന്നെ അവൻ്റെ കഥ തീർത്തേക്കണം, വേറെ ഒന്നും നോക്കാനില്ല. കാരണം നമുക്ക് നിധിയെ തിരിച്ച് കിട്ടണമെങ്കിൽ എവനെ എന്നേക്കുമായിട്ട് ഈ ലോകത്തു നിന്ന് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അവർ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ വരുന്ന ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. പക്ഷേ സുധീഷ് അവിടെ
അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഈ കള്ളത്തരങ്ങളെല്ലാം കൂടെ വെച്ച് അടുക്കി പിറക്കി അങ്ങ് കൊടുക്കും നമ്മുടെ രാജീവിൻ്റെ അരുണിൻ്റെ കയ്യിലോട്ട്. അതൊക്കെ വരും എപ്പിസോഡുകളിലൂടെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നാളെ വരാനിരിക്കുന്ന നമ്മുടെ ഇൻട്രോ പ്രൊമോ വീഡിയോ എല്ലാവരും കേട്ടിട്ടൊന്ന് ലൈക്ക് അടിക്കുക, അതിനോടൊപ്പം തന്നെ ഹൈപ്പും ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ നാളെ വരാനിരിക്കുന്ന കാറ്റത്തെ കിളിക്കൂടിൻ്റെ പ്രൊമോ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.